2019 ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരമായിട്ട് നിലവിൽ വന്നു. അപ്പൊ നിലവിൽ വന്നതെന്നാണ് 1986 ഉപഭോക്തൃ സംരക്ഷണത്തിന് പകരമായിട്ടാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചത് 1985-ലാണ്. അപ്പൊ എന്താണ് ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചത് 1985-ലാണ്. അത് നിലവിൽ വന്നത് എന്നാണ് 1986 ഡിസംബർ 24-നാണ്. 1986 ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം അതുകൊണ്ട് തന്നെ ഡിസംബർ 24-ആണ്. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24-ആണ്. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ്? മാർച്ച് 15. ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15-ആണ്. ഇനി ഉപഭോഗം എന്താണെന്ന് നോക്കാം. ഉപഭോഗം മനുഷ്യന്റെ ആവശ്യങ്ങളുടെ നേരിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഉപഭോഗം. അപ്പൊ എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങളുടെ നേരിട്ടുള്ള സംതൃപ്തിക്ക് വേണ്ടി ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂല്യം ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതൊന്നും അങ്ങനെ ചോദിക്കുന്നതല്ല. ഇനി സംതൃപ്തി എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതാണ് സംതൃപ്തി. ഇപ്പൊ സംതൃപ്തി എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിന്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമം ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30-നാണ്. 2019 ജൂലൈ 30. അപ്പൊ എന്നാണ് ലോക്സഭ ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസാക്കിയത്? 2019 ജൂലൈ 30. 2019 ജൂലൈ 30-നാണ്. രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 6-നാണ്. 2019 ഓഗസ്റ്റ് 6-നാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. 6 തിരിച്ചിട്ടാൽ 9. 2019 ഓഗസ്റ്റ് 9-നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. അപ്പൊ 2 ജൂലൈ വന്നു. ആദ്യം ലോക്സഭ പാസാക്കിയത് ജൂലൈ ആണ്. ജൂലൈ 30-ആണ് 2019. നിലവിൽ വന്നത് അടുത്ത ഒരു വർഷമായി അല്ലെ? 2020 ജൂലൈ 20-ന് ഒരു 10 ദിവസം മുന്നേ. ഒരു വർഷമാകാൻ 10 ദിവസം മുന്നേ. 2020 ജൂലൈ 20-നാണ് നിലവിൽ വന്നത്. അടുത്തത് നമുക്ക് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. നമ്മൾ പിന്നെ നോക്കേണ്ടത് ഒരു 3 സ്ഥാപനങ്ങൾ അവര് രൂപീകരിച്ചിട്ടുണ്ട്. 3 സ്ഥാപനങ്ങൾ ഇതിന്റെ പേരിൽ. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉണ്ട്, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ഉണ്ട്, പിന്നെ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലുകളുണ്ട്. ഇങ്ങനെ ഒരു 3 സ്ഥാപനങ്ങൾ രൂപീകരിച്ചു ഇതിന്റെ ഫലമായിട്ട്. അത് ഓരോന്നും നമുക്ക് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലും കേസുകളിലും അധികാരപരിധി വഹിക്കുന്നതിനായി കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും തലങ്ങളിൽ സ്വതന്ത്ര സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ബോഡികൾ സ്ഥാപിക്കുന്നതിനും ഈ നിയമം അനുവദിക്കുന്നു. എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലും കേസുകളിലും അധികാരപരിധി വഹിക്കുന്നതിനായിട്ട് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും തലങ്ങളിൽ സ്വതന്ത്ര സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ബോഡികൾ സ്ഥാപിക്കുന്നതിനും ഈ നിയമം അനുവദിക്കുന്നു. തിരയൽ, പിടിച്ചെടുക്കൽ, വിധിന്യായങ്ങളുടെ പ്രഖ്യാപനം, നല്ല വിശ്വാസ തീരുമാനങ്ങളുടെ സംരക്ഷണം എന്നിവ ഉൾപ്പെടെ, എന്നാൽ അവയിൽ മാത്രം പരിമിതപ്പെടുത്താതെ ഈ ബോഡിക്ക് വിപുലമായ അധികാരങ്ങളുണ്ട്. ഒരു പ്രത്യേക കേസിൽ ഗവേഷണം നടത്തുന്നതിന് ഈ ബോഡിക്ക് അവരുടേതായ അന്വേഷണ വിഭാഗത്തോടു കൂടിയ ഔപചാരിക ആന്തരിക ഘടനയുണ്ട്. അതായത് ഒരു പ്രത്യേക കേസിൽ ഗവേഷണം നടത്തുന്നതിന്, അന്വേഷിക്കുന്നതിനുമൊക്കെ ഇവർക്ക് അധികാരമുണ്ട്. അവർക്ക് സാധനങ്ങൾ തിരിച്ചു വിളിക്കാനും എല്ലാ വശങ്ങളിലും കേസ് അന്വേഷിക്കുന്നതിനായി മറ്റ് റെഗുലേറ്റർമാർക്ക് വിഷയം റഫർ ചെയ്യാനും തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കെതിരെ നിർദ്ദേശങ്ങളും പിഴകൾ പുറപ്പെടുവിക്കാനും അധികാരമുണ്ട്. തെറ്റായോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്കെതിരെ നിർദ്ദേശങ്ങളും പിഴകളും പുറപ്പെടുവിക്കാനും അവർക്ക് അധികാരമുണ്ട്. അതാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ അധികാരം എന്ന് പറയുന്നത്.
അടുത്തത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നോക്കാം. അവരെന്താണ് ചെയ്യുന്നത്? ജില്ലാ, സംസ്ഥാന, കേന്ദ്ര തലങ്ങളിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ ആശങ്കകൾ ഉന്നയിക്കാനും സമീപിക്കാനും കഴിയുന്ന കമ്മീഷനുകൾ സൃഷ്ടിക്കാൻ ഈ നിയമം അനുവദിക്കുന്നു. അപ്പൊ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്താണ് ചെയ്യുന്നത്? ജില്ലാ, സംസ്ഥാന, കേന്ദ്ര തലങ്ങളിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ ആശങ്കകൾ ഉന്നയിക്കാനും സമീപിക്കാനും കഴിയുന്ന കമ്മീഷനുകൾ സൃഷ്ടിക്കാൻ ഈ നിയമം അനുവദിക്കുന്നു, അല്ലെങ്കിൽ കമ്മീഷനുകൾ സൃഷ്ടിക്കുന്നു. കോടതിക്ക് സമാനമായ രീതിയിലാണ് അവ പ്രവർത്തിക്കുന്നത്. അപ്പൊ കോടതിക്ക് സമാനമായിട്ട്, അല്ലെങ്കിൽ കോടതിയുടെ അധികാരപരിധി, കോടതിയുടെ ഒരു രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. കൂടാതെ കേസ് വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ പൂർണ്ണ അധികാരപരിധിയുണ്ട്. കേസ് വിധിന്യായം, അതായത് ഒരു കോടതിയുടെ രീതി, ഒരു കോടതിയുടെ അധികാരമുണ്ട്. കേസ് വിധിന്യായങ്ങൾ പ്രഖ്യാപിക്കുന്നതിൽ പൂർണ്ണ അധികാരപരിധിയുണ്ട്. 1986 കോപ്രയിൽ നിർവഹിച്ചിരിക്കുന്നവയ്ക്ക് സമാനമാണ് ഇവയുടെ പ്രവർത്തനം. അതായത് 86 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ ആ രീതിയിൽ തന്നെയാണ് അവ പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മള് അതോറിറ്റിയും പഠിച്ചു, കമ്മീഷനും പഠിച്ചു, ഇനി കൗൺസിലാണ്. ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ലഘൂകരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും നയങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചും കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും ഉപദേശം നൽകുക എന്നതാണ് ഈ ബോഡിയുടെ ജോലി. അപ്പം ഉപഭോക്തൃ സംരക്ഷണ കൗൺസിലിന്റെ ജോലി എന്താണ്? ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ലഘൂകരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് നയങ്ങൾ രൂപീകരിക്കുന്നതിന് കുറിച്ച് കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും ഉപദേശം നൽകുക എന്നുള്ളതാണ് കൗൺസിലുകൾ ചെയ്യുന്നത്. അപ്പൊ അത്രയാണ് അതോറിറ്റി, കമ്മീഷൻ, കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് പരാതിക്കാരനെ പറ്റി പറയുന്നത്, ഈ ആക്ടില് പരാതിക്കാരനെ പറ്റി പറയുന്നത് സെക്ഷൻ 2(5) 2 ക്ലോസ് 5 ആണ് പരാതിക്കാരനെ നിർവചിച്ചിരിക്കുന്നത്. ഇനി ഒരു പരാതിക്കാരൻ ആരായിരിക്കണം? ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒരു പരാതിക്കാരൻ, ഈ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ പരാതിക്കാരൻ സെക്ഷൻ 2 ക്ലോസ് 5 പരാതിക്കാരനെ പറ്റി പറയുന്നത്. ഇനി ഒരു പരാതിക്കാരൻ ആരായിരിക്കണം? ഏതെങ്കിലും ഒരു ഉപഭോക്താവായിരിക്കണം. വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആയിരിക്കണം. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരോ ആയിരിക്കാം. പരാതിക്കാര് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആയിരിക്കാം. അതല്ലെങ്കിൽ ഒന്നോ അതിലധികമോ ഉപഭോക്താവ്. ഇനി അതല്ല, ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ ആയിരിക്കാം. ഇവർക്ക് ആർക്ക് വേണേലും പരാതി നൽകാം. അപ്പൊ ആരായിരിക്കും ഒരു പരാതിക്കാരൻ, അല്ലെങ്കിൽ പരാതി നൽകേണ്ടത് ആരാണ്? ഏതെങ്കിലും ഉപഭോക്താവ്, ഏതെങ്കിലും ഒരു സാധനം മേടിച്ച ഒരു വ്യക്തി. ഉപഭോക്താവ് എന്ന് പറയുന്നത് അതിനാണ്. ഏതെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു സേവനം ലഭിച്ച വ്യക്തി, അല്ലെങ്കിൽ നേടിയ വ്യക്തി, അല്ലെങ്കിൽ ആവശ്യമുള്ള വ്യക്തി, അതാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഉപഭോക്താവ്, അതല്ലെങ്കിൽ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ ആയിരിക്കാം. കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആയിരിക്കാം. ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം. പിന്നെന്താണ്? ഉപഭോക്താവ് മരണപ്പെട്ടാൽ അയാളുടെ നിയമപരമായ അവകാശിയോ പ്രതിനിധിയോ അവർക്കും പരാതി നൽകാം. അപ്പൊ അതാണ് പരാതിക്കാരൻ എന്ന് പറയുന്നത്. ഇനി ഉപഭോക്താവിനെ കുറിച്ച് പറഞ്ഞേക്കുവാണ്. ഉപഭോക്താവിനെ പറ്റി പറയുന്നത് സെക്ഷൻ 2 ക്ലോസ് 7 ഉപഭോക്താവിനെ പറ്റി പറയുന്നത് 2(7) ഇനി എന്താണ് ഉപഭോക്താവ്? ഒരു ഉപഭോക്താവ് ആരാണ്? വില കൊടുത്ത് അല്ലെങ്കിൽ കൊടുക്കാമെന്ന കരാറിൽ ഓഫ്ലൈൻ, ഓൺലൈൻ ഇടപാടുകൾ, ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലി ഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഒരു ഉപഭോക്താവ് ആരാണ്? വില കൊടുത്ത് അല്ലെങ്കിൽ കൊടുക്കാമെന്ന കരാറിൽ ഓൺലൈൻ, ഓഫ്ലൈൻ ഇടപാടുകൾ, ഇലക്ട്രോണിക് മാർഗങ്ങൾ, ടെലി ഷോപ്പിംഗ്, നേരിട്ടുള്ള വിൽപ്പന അല്ലെങ്കിൽ ഇടപാടുകൾ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നിവയിലൂടെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ഏതെങ്കിലും സേവനത്തിന് പ്രതിഫലം നൽകുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ഉപഭോക്താവിന്റെ നിർവചനത്തിൽ പെടുന്നു. അപ്പോൾ ഒരു ഉപഭോക്താവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ഉപഭോക്തൃ കോടതികൾ.
1986 നിയമപ്രകാരം ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായിട്ട് സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഉപഭോക്തൃ കോടതികളുടെ ജോലി എന്താണ്? 1986 നിയമപ്രകാരം ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായിട്ട് സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. അപ്പൊ ഉപഭോക്തൃ കോടതികൾ ഉണ്ടെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ചുമതലകൾ എന്താണ്? ഒരു ഉപഭോക്തൃ കോടതിയുടെ ചുമതല എന്താണ്? ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഉപഭോക്തൃ തർക്കങ്ങളിൽ ഇടപെട്ട് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉപഭോക്താവിന് നീതി ലഭ്യമാക്കുക. അടുത്തത് എന്താണ്? ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുക. ഉപഭോക്താക്കളിൽ ആത്മവിശ്വാസം സൃഷ്ടിക്കുകയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അവയുടെ ചുമതല. ഇനി അടുത്തത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. 3 തരം കമ്മീഷനുണ്ട്. ദേശീയമുണ്ട്, സംസ്ഥാനമുണ്ട്, ജില്ലാ തലത്തിലും ഉണ്ട്. അതിന്റെ ഘടനയൊക്കെ നോക്കാം. ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ. ഇനി ആദ്യം വരുന്നത് ദേശീയ കമ്മീഷനാണ്. ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ നോക്കാം. അതില് 5 അംഗങ്ങളാണുള്ളത്. 5 അംഗങ്ങൾ, ടോട്ടൽ 5 അംഗങ്ങളാണുള്ളത്. അതിലൊരു പ്രസിഡന്റും 4 അംഗങ്ങളും ഉണ്ടായിരിക്കും. പ്രസിഡന്റും 4 അംഗങ്ങളുമാണ് ഉള്ളത്. ഇനി പ്രസിഡന്റ് ആരായിരിക്കും? സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയായിരിക്കും പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി നിയമനം ആരാണ് നിയമിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടി ആലോചിച്ച ശേഷം. അപ്പൊ പ്രസിഡന്റിനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷമാണ് പ്രസിഡന്റിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിക്കുന്നത്. ഇനി 4 അംഗങ്ങൾ. 4 അംഗങ്ങളിൽ ഒരാള് സ്ത്രീ ആയിരിക്കണം. പിന്നെ ഉള്ളത് എന്താണ്? സാമ്പത്തികം, നിയമം, വാണിജ്യം, പൊതുകാര്യം, ഭരണം എന്നിങ്ങനെ വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള വ്യക്തികൾ ആയിരിക്കണം. അപ്പൊ എന്താണ് അംഗങ്ങളുടെ യോഗ്യത? എന്താണ്? ഒരാൾ സ്ത്രീ ആയിരിക്കണം. പിന്നെ സാമ്പത്തിക ശാസ്ത്രം, നിയമം, വാണിജ്യം, പൊതുകാര്യം, ഭരണം എന്നിവയൊക്കെ പരിജ്ഞാനമുള്ള വ്യക്തികളെ ആയിരിക്കും നിയമിക്കുക. ഇനി ഇവരുടെ നിയമനം, 4 അംഗങ്ങളുണ്ടല്ലോ, അവരുടെ നിയമനം ആരാണ് നടത്തുന്നത്? അതും കേന്ദ്ര സർക്കാർ തന്നെയാണ് നടത്തുന്നത്. പക്ഷെ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. സെലക്ഷൻ കമ്മിറ്റിയാണ് അവരുടെ ശുപാർശ പ്രകാരമാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി ആ സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തി, കേന്ദ്ര ഗവൺമെന്റ് നിയമകാര്യ വകുപ്പ് സെക്രട്ടറി, കേന്ദ്ര ഗവൺമെന്റിലെ ഉപഭോക്തൃകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ സെക്രട്ടറി. പിന്നെ ആരാണ്? കേന്ദ്ര ഗവൺമെന്റിലെ ഉപഭോക്തൃകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ സെക്രട്ടറി എന്നിവയാണ് അതിന്റെ ഘടനയും എല്ലാം വരുന്നത്. അടുത്തത് നമുക്ക് സംസ്ഥാന കമ്മീഷൻ നോക്കാം. സംസ്ഥാന കമ്മീഷനിലും പ്രസിഡന്റും 4 അംഗങ്ങളും തന്നെയാണ്. അപ്പൊ ദേശീയത്തിലും സംസ്ഥാനത്തിലും മൊത്തം 5 അംഗങ്ങളാണുള്ളത്. പ്രസിഡന്റും 4 അംഗങ്ങളുമാണുള്ളത്. മൊത്തം 5 അംഗങ്ങളാണുള്ളത്. പ്രസിഡന്റ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ദേശീയത്തിൽ പറഞ്ഞത് എന്താണ്? സുപ്രീം കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇവിടെ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. മറ്റംഗങ്ങൾ ഒരാൾ സ്ത്രീ ആയിരിക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം, നിയമം, വാണിജ്യം, പൊതുകാര്യങ്ങൾ, ഭരണം എന്നിവയിൽ പരിചയമുള്ളവരായിരിക്കും. ഒരാൾ സ്ത്രീ ആയിരിക്കണം നിർബന്ധമായിട്ടും. പിന്നെ സാമ്പത്തിക ശാസ്ത്രം, നിയമം, വാണിജ്യം, പൊതുകാര്യങ്ങൾ, ഭരണം എന്നിവയിൽ പരിചയമുള്ള ആളുകളായിരിക്കണം. ഇനി നിയമനം സംസ്ഥാന സർക്കാർ സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നിയമനം നടക്കുന്നത്. അംഗങ്ങളുടെ ആണെങ്കിൽ സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ അധ്യക്ഷൻ, സംസ്ഥാന നിയമവകുപ്പ് സെക്രട്ടറി, അതാത് സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി എന്നിവരൊക്കെയാണ് അംഗങ്ങളെ നിയമിക്കുന്നതിൽ കാണുന്നത്. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷൻ അധ്യക്ഷൻ കാണും, സംസ്ഥാന നിയമവകുപ്പ് സെക്രട്ടറി അതാത് സംസ്ഥാനത്തെ ഉപഭോക്തൃ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി ആയിരിക്കും.
ഇനി ജില്ലാ കമ്മീഷൻ നോക്കാം. ജില്ലാ കമ്മീഷനിൽ പ്രസിഡന്റും 2 അംഗങ്ങളും കൂടി ചേർന്ന് ആകെ 3 അംഗങ്ങളാണ് ജില്ലയിലുള്ളത്. പ്രസിഡന്റും 2 അംഗങ്ങളും. ജില്ലാ ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആളായിരിക്കും ആര്? പ്രസിഡന്റ് എന്ന് പറയുന്നത്. ജില്ലാ ജഡ്ജിയാകാൻ യോഗ്യതയുള്ള ആളായിരിക്കും. അടുത്തത് നമുക്ക് അധികാര പരിധി നോക്കാം. അധികാര പരിധി. ജില്ലാ കമ്മീഷനെ പറ്റി പറയുന്നത് സെക്ഷൻ 34-ലാണ്. 34 ജില്ലാ കമ്മീഷനാണ് ആദ്യം പറയുന്നത്. ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? 1 കോടി രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നു. മുമ്പ് ഇത് 50 ലക്ഷമായിരുന്നു. 50 ലക്ഷം ഇതിനു മുമ്പ്. കഴിഞ്ഞ കൊല്ലമാണോ എന്റെ മുന്നിലത്തെ കൊല്ലമാണോ? അന്നേരമാണ് കഴിഞ്ഞ കൊല്ലം തോന്നുന്നു ഇത് മാറിയത്. അതിനു മുമ്പ് വരെ 50 ലക്ഷമായിരുന്നു. ഏതായാലും 1-2 വർഷം കണ്ടായിട്ടുള്ളത് മാറിയിട്ട്. അതിനു മുമ്പ് വരെ 50 ലക്ഷമായിരുന്നു പരിധി എന്ന് പറയുന്നത് ജില്ലാ കമ്മീഷന്റെ. ഇപ്പൊ അത് 1 കോടി വരെയാക്കി. 1 കോടി രൂപ വരെയുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികളാണ് ജില്ലാ കമ്മീഷൻ സ്വീകരിക്കുന്നത്. അതിനെപ്പറ്റി പറയുന്ന സെക്ഷൻ 34-ആണ്. 34. ഇനി സംസ്ഥാന കമ്മീഷനാണ്. സംസ്ഥാന കമ്മീഷന്റെ അധികാര പരിധി 1 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെയുള്ളതാണ്. സംസ്ഥാന കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 47-ആണ്. 47 സംസ്ഥാന സെക്ഷൻ 47-ആണ്. 1 കോടി രൂപ മുതൽ 10 കോടി രൂപയിൽ താഴെ ഉള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയാണ് ജില്ലാ കമ്മീഷൻ പരാതികൾ സ്വീകരിക്കുന്നത്. പിന്നെന്താണ്? ജില്ലാ കമ്മീഷന്റെ ഉത്തരവിനെതിരെയുള്ള പരാതികളും പരിഗണിക്കുന്നു. സംസ്ഥാന കമ്മീഷൻ 1 കോടി രൂപ മുതൽ 10 കോടി രൂപയിൽ താഴെയുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയും പിന്നെ എന്താണ്? ജില്ലാ കമ്മീഷന്റെ ഉത്തരവിനെതിരെയുള്ള പരാതികളും സ്വീകരിക്കുന്നു. അത്രയാണ് സംസ്ഥാന കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത്. അടുത്തത് ദേശീയ കമ്മീഷൻ. ദേശീയ കമ്മീഷനെ പറ്റി പറയുന്നത് സെക്ഷൻ 58-ആണ്. 58 സെക്ഷൻ 58-ആണ്. 10 കോടിക്ക് മുകളിലുള്ള പരാതികൾ പരിഗണിക്കുന്നതിനും സംസ്ഥാന കമ്മീഷന്റെയും സെൻട്രൽ അതോറിറ്റിയുടെയും ഉത്തരവുകൾക്കെതിരെ അപ്പീൽ അപേക്ഷകളും പരിഗണിക്കുന്നു. അപ്പൊ എന്താണ്? 10 കോടിക്ക് മുകളിലുള്ള പരാതികൾ പരിഗണിക്കുന്നു. പിന്നെ സംസ്ഥാന കമ്മീഷന്റെയും സെൻട്രൽ അതോറിറ്റിയുടെയും ഉത്തരവുകൾക്കെതിരെയുള്ള അപ്പീലുകളും പരിഗണിക്കുന്നു. സെക്ഷൻ 58-ലാണ് അതിനെപ്പറ്റി പറയുന്നത്. 10 കോടിക്ക് മുകളില്. ഇപ്പൊ ജില്ല 1 കോടി വരെയുള്ളത്, സംസ്ഥാനം 1 കോടിക്കും 10 കോടിക്കും ഇടയില് അല്ലെങ്കിൽ 10 കോടിക്ക് താഴെ, ദേശീയ കമ്മീഷൻ 10 കോടിക്ക് മുകളില്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് അവരുടെ അധികാര പരിധി എന്നുള്ളതൊക്കെ ചോദിക്കാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. അടുത്തത് അപ്പീലുകൾ. സെക്ഷൻ 47(3) അപ്പീലുകളിൽ 47(3) എന്താണ് പറയുന്നത്? ഒരു ജില്ലാ കമ്മീഷന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ സംസ്ഥാന കമ്മീഷൻ കേൾക്കും. അതാണ് 47(3) പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 47(3) എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ജില്ലാ കമ്മീഷന്റെ ഉത്തരവിന് എതിരെയുള്ള അപ്പീലുകൾ സംസ്ഥാന കമ്മീഷൻ കേൾക്കും. ഇനി സെക്ഷൻ 51 സംസ്ഥാന കമ്മീഷന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ ദേശീയ കമ്മീഷനിൽ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ദേശീയ കമ്മീഷൻ കേൾക്കുന്നു. അപ്പൊ എന്താണ്? സെക്ഷൻ 51-ൽ എന്താണ് പറയുന്നത്? സംസ്ഥാന കമ്മീഷന്റെ ഉത്തരവിനെതിരെയുള്ള അപ്പീലുകൾ ദേശീയ കമ്മീഷനിൽ സമർപ്പിക്കുന്നു. സെക്ഷൻ 67 എന്താണ് പറയുന്നത്? അന്തിമ അപ്പീൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിന് 67-ാമത്തെ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. എന്താണ്? അന്തിമ അപ്പീല് സുപ്രീം കോടതിയിലാണ് സമർപ്പിക്കുന്നത്. അന്തിമ അപ്പീൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ദേശീയ കമ്മീഷൻ സംസ്ഥാനത്തിന്റെയും കേട്ടല്ലോ. അതിനുശേഷം പിന്നെ അതിനു മുകളിലോട്ട് നമുക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് എവിടെയാണ് പോകുന്നത്? സുപ്രീം കോടതിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിനെപ്പറ്റി പറയുന്നതാണ് 67. ഇനി പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ. ഏതൊക്കെ അവസ്ഥകളിൽ നമുക്ക് പരാതി നൽകാം? വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക. വിലയ്ക്ക് വാങ്ങിയ സാധനത്തിന് കേടുപാടുകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിക്കുക. വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. അതിന് സർക്കാർ സ്ഥാപനത്തിൽ നിന്നിൽ എന്നൊന്നുമില്ല. ഏത് സ്ഥാപനത്തിൽ നിന്നാണേലും നമുക്കൊരാൾ സേവനം തരുവാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് കേസിന് പോകാവുന്നതാണ്. വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനത്തിനെതിരെയും, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ സ്വകാര്യ സ്ഥാപനത്തിനെതിരെ നമുക്ക് പരാതി നൽകാൻ കഴിയില്ല എന്നായിരിക്കും ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് സ്വകാര്യ സ്ഥാപനത്തിനെതിരെയും നമുക്ക് പരാതികൾ നൽകാവുന്നതാണ്. വിവിധ സർക്കാർ ഇതര സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച സേവനത്തിന് പോരായ്മകൾ ഉണ്ടാവുക. അപ്പോഴൊക്കെ നമുക്ക് പരാതി നൽകാം.
നിയമാനുസൃതം രേഖപ്പെടുത്തിയിട്ടുള്ളതോ നിർണയിക്കപ്പെട്ടിട്ടുള്ളതോ ആയ വിലയേക്കാൾ കൂടുതൽ തുക ഈടാക്കുക. കൂടുതൽ തുക ഈടാക്കുക. മായം ചേർക്കൽ നിരോധന നിയമം ലംഘിക്കുക. മായം ചേർക്കൽ നിരോധന നിയമം, അതായത് മായം ചേർക്കുക. മായം ഉണ്ടെങ്കിൽ നമുക്കത് തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പരാതി നൽകാം. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. ജീവന് ഹാനികരമായതോ സുരക്ഷിതമല്ലാത്തതോ ആയ സാധനങ്ങൾ വിൽക്കുക. ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാകുക. എന്താണ് ന്യായരഹിതവും ഉപഭോക്താവിന്റെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്തുന്നതുമായ വ്യാപാര നടപടികൾ മൂലം നഷ്ടമുണ്ടാകുക. അടുത്തത് വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. അതായത് വിൽപ്പന കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, വിൽപ്പന ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. ഫെയർ ആൻഡ് ലവ്ലിയുടെ ഒക്കെ പരസ്യം, അതിനൊക്കെ എതിരെ കേസ് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുക. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്ന സെലിബ്രിറ്റികൾക്കും 10 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെ പിഴയും 1 മുതൽ 5 വർഷം വരെ വിലക്കും ലഭിക്കാം. വിലക്ക് അപ്പൊ എന്താണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്ന സെലിബ്രിറ്റികൾക്കും പിഴ വരുന്നുണ്ട്. 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ പിഴയും 1 മുതൽ 5 വർഷം വരെ വിലക്കും ലഭിക്കാം. അപ്പൊ അത്രയാണ് പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ. പരാതി നൽകാവുന്ന സന്ദർഭങ്ങൾ ഏകദേശമൊക്കെ നമുക്ക് ഊഹിച്ചാൽ കിട്ടുന്നതാണ്. പിന്നെ സ്വകാര്യ സ്ഥാപനത്തിന്റെ കാര്യം മാത്രം പ്രത്യേകം ഓർത്തു വെക്കുക. ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ 2(9) ഉപഭോക്താവിന്റെ അവകാശങ്ങളെ പറ്റി പറയുന്നത് സെക്ഷൻ 2(9) ഇനി എന്തൊക്കെയാണ് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിക്കാറുള്ളതാണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇത് പലപ്പോഴും സ്റ്റേറ്റ്മെന്റിൽ കാണാറുണ്ട്. കേൾക്കാനുള്ള അവകാശം, അതല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം. കേൾക്കാനുള്ള അവകാശം അത് ഒന്നിച്ചു വരുവാണ്. പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പൊ ഏതൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യം സുരക്ഷിതമായിരിക്കണം, അല്ലെ? അത് സുരക്ഷിതമായിരിക്കണം, നമുക്കൊരു ഹാർംഫുൾ ആയിരിക്കരുത്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം. അറിയിക്കാനുള്ള അറിയിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെ എല്ലാം, നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണ്, അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഉള്ളതെന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെ? തിരഞ്ഞെടുക്കാനുള്ള അവകാശം. ഇപ്പൊ നമ്മൾ ഒരു കടയിൽ പോവുകയാണ്, നമുക്കത് തിരഞ്ഞെടുക്കാം. പഴം, പച്ചക്കറി അങ്ങനെയുള്ളതൊക്കെ നമ്മളോട് അത് തിരഞ്ഞെടുക്കരുത് എന്ന് പറയാൻ പറ്റില്ല. പലയിടത്തും അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് തിരഞ്ഞെടുക്കാൻ പാടില്ല, അവര് നല്ലതും ചീത്തയും എല്ലാം കൂടെ ഒന്നിച്ച് വാരി ഇടുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് അത് നല്ലത് നോക്കി തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കേൾക്കാനുള്ള അവകാശം, പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അപ്പൊ അത്രയാണ് ഒരു ഉപഭോക്താവിന്റെ അവകാശം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണത്. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിനുള്ള നിരോധനവും പിഴയും. തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ പരസ്യത്തിന് എൻഡോസർക്കോ നിർമ്മാതാവിനോ എതിരെ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും 1 വർഷം വരെ ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സേവനത്തിനോ എൻഡോസ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കാനും CCPAക്ക് അധികാരമുണ്ടായിരിക്കും, അതോറിറ്റിക്ക് അധികാരമുണ്ടായിരിക്കും. അപ്പൊ എന്താണ്, തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റായ പരസ്യത്തിന് എൻഡോസർക്കോ നിർമ്മാതാവിനോ എതിരെ 10 ലക്ഷം രൂപ വരെ പിഴ ചുമത്താനും 1 വർഷം വരെ ഏതെങ്കിലും ഉൽപ്പന്നത്തിനോ സേവനത്തിനോ എൻഡോഴ്സ് ചെയ്യുന്നതിൽ നിന്നും വിലക്കാനും അതോറിറ്റിക്ക് കഴിയും, അതോറിറ്റിക്ക് അധികാരമുണ്ട്. ആവർത്തിച്ചുള്ള കുറ്റകൃത്യത്തിന് 50 ലക്ഷം രൂപ വരെ പിഴയും 30 വർഷം വരെ ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലക്ക് ഏർപ്പെടുത്താനും CCPAക്ക് അധികാരമുണ്ടായിരിക്കും. ആവർത്തിച്ചുള്ള കുറ്റകൃത്യം എന്താണ്? ഒരു തവണ അവര് കുറ്റം ചെയ്തു, അത് കഴിഞ്ഞ് അതിന് പിഴയും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും അവര് അതേ പരിപാടി തന്നെ, അതായത് ആദ്യം ഒന്ന് മായം ചേർത്തു, അത് കണ്ടുപിടിച്ചു, അതിന് അവര് ഫൈൻ അടച്ചു, അതിനുശേഷം പിന്നെയും കുറെ നാൾ കഴിയുമ്പോൾ പിന്നെ അവര് മായം ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ എന്തായിരിക്കും? 50 ലക്ഷം രൂപ വരെ പിഴയും 30 വർഷം വരെ ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലക്ക് ഏർപ്പെടുത്തും. ഉൽപ്പന്നത്തിനൊക്കെ വിലക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജയിലിലൊന്നും ആരെയും പിടിച്ചിടുന്നില്ല, വിലക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തു വെക്കുക. ചിലപ്പം ഇങ്ങനെ ശിക്ഷയുടെ കാര്യത്തിൽ ജയിലിൽ ഇടൂ എന്നൊക്കെ പറയാം, പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് അങ്ങ് നിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇനി സെക്ഷൻ 10
CCPA പറ്റി പറഞ്ഞു, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. സെക്ഷൻ 10 പറയുന്നത്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ പറ്റി സെക്ഷൻ 10 പറയുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമായി CCPA സ്ഥാപിതമായി. അന്യായമായ വ്യാപാര രീതികൾക്കെതിരെ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും ഇതിന് അധികാരമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു, അന്യായമായ വ്യാപാര രീതികൾക്കെതിരെ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും ഇതിന് അധികാരമുണ്ട്. നടപടിയെടുക്കാനും ഇതിന് അധികാരം ഉണ്ട്. ആസ്ഥാനം ഡൽഹിയാണ്. ആസ്ഥാനം ഡൽഹി. ഇനി എന്താണ് കൊമേഴ്സ് നിയന്ത്രണം? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ 48 മണിക്കൂറിനുള്ളിൽ പരാതികൾ സ്വീകരിക്കുകയും 1 മാസത്തിനുള്ളിൽ പരിഹാരം കാണുകയും വേണം. അപ്പൊ കൊമേഴ്സ് നിയന്ത്രണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ 48 മണിക്കൂറിനുള്ളിൽ പരാതികൾ സ്വീകരിക്കുകയും 1 മാസത്തിനുള്ളിൽ തന്നെ പരിഹാരം കാണുകയും വേണം. 1 മാസത്തിനുള്ളിൽ തന്നെ പരിഹാരം കാണണം. ഇനി ഉൽപ്പന്ന ബാധ്യത അഥവാ പ്രൊഡക്റ്റ് ലയബിലിറ്റി. ഉൽപ്പന്ന ബാധ്യത അഥവാ പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്താണ്? തകരാറുള്ള ഉൽപ്പന്നമോ സേവനമോ കാരണം ഉപഭോക്താവിന് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ നിർമ്മാതാവിനോ വിൽപ്പനക്കാരനോ എതിരെ പരാതിപ്പെടാം. അതാണ് ഉൽപ്പന്ന ബാധ്യത എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് ലയബിലിറ്റി. തകരാറുള്ള ഉൽപ്പന്നമോ സേവനമോ കാരണം ഉപഭോക്താവിന് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ നിർമ്മാതാവിനോ വിൽപ്പനക്കാരനോ എതിരെ നമുക്ക് പരാതിപ്പെടാവുന്നതാണ്. പരാതി ഫയൽ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. എന്താണ്? പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പരാതി ഫയൽ ചെയ്യാം. മുമ്പ് വിൽപ്പനക്കാരന്റെ സ്ഥലത്തായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താണ്? പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് ചെയ്യാം, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമുക്ക് പരാതി ഫയൽ ചെയ്യാവുന്നതാണ്. മധ്യസ്ഥത അഥവാ മീഡിയേഷൻ. കോടതിക്ക് പുറത്ത് മധ്യസ്ഥതയിലൂടെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അപ്പൊ മധ്യസ്ഥത എന്ന് വെച്ചാല് കോടതിക്ക് പുറത്ത് മധ്യസ്ഥത തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പരാതി കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയൊക്കെ നമുക്ക് വന്ന് പണമൊക്കെ തന്ന് അത് സെറ്റിൽ ചെയ്യും. കോടതിയിലോട്ട് പോകാതെ സെറ്റിലൊക്കെ ചെയ്യും. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനത്തിനെതിരെയും നിലവിൽ വന്ന നിയമമാണ് സാധന വിൽപ്പന നിയമം 1930. അപ്പൊ സാധന വിൽപ്പന നിയമം എന്താണ്? സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനും ഗ്യാരണ്ടി, വാറന്റി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനത്തിനെതിരെ നിലവിൽ വന്ന നിയമമാണ് സാധന വിൽപ്പന നിയമം 1930. സ്വാതന്ത്ര്യത്തിന് മുമ്പേ നിലവിൽ വന്ന നിയമമാണ്. അടുത്ത നിയമം കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നതിനുള്ള നിയമമാണ് കാർഷികോൽപ്പന്ന നിയമം 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നതിനുള്ള നിയമമാണ് കാർഷികോൽപ്പന്ന നിയമം 1937. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് അവശ്യ സാധന നിയമം 1955. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമമാണ് അവശ്യ സാധന നിയമം 1955. ഈ കൺസ്യൂമർ ആക്ട് വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. അളവിനും തൂക്കത്തിനുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം 1976. അളവിനും തൂക്കത്തിനുമുള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമമാണ് അളവ് തൂക്ക നിലവാര നിയമം 1976. അപ്പൊ അത്രയാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പറയാനുള്ളത്. ഈ ലാസ്റ്റ് പറഞ്ഞതൊക്കെ അതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന നിയമങ്ങളാണ്. പ്രത്യേകം ഉള്ള നിയമമാണ്.